ഇപ്പം 99,962 കിലോമീറ്ററായി. 99,996 കിലോമീറ്ററായി. ഹേ മച്ചാമരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് രാവിലെ സ്കൂളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇനി നേരെ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ ആക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. ഇനിയിപ്പോൾ നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ പോവുക, മേഡത്തിനെയും കുട്ടികളെ എടുക്കുക, സ്കൂളിൽ പോവുക. ദൂരെ സൂര്യനെ കാണുന്നുണ്ട്. ഇതുവരായിട്ട് ഇനി എത്തിയിട്ടുണ്ടാവും ആ ബിൽഡിങ്ങിന് പുറകിൽ. എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് പണിയാവും. ഇനി നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തും. അങ്ങനെ 1,00,000 കിലോമീറ്റർ ആവാറായി. 99,874 കിലോമീറ്ററായി. ഇന്നത്തോടെ കൂടി 1,00,000 അടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ സമയം 7:42 സ്കൂള് രാവിലെ തുടങ്ങാൻ തന്നെ വൈകി. ഇവിടെ എത്തിയിട്ട് 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു. മേഡത്തിനെ കണ്ടില്ല. 7:05 7:04 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് റൂമിൽ പോവാം എന്ന് വിചാരിച്ച് ഒരുപാട് നേരം അകത്ത് നിന്ന്. അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നതാണ്. അവിടെ നിന്നപ്പോഴത്തേക്കും വേറെയുള്ള ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് വെളിയിൽ ഈ സൈഡിൽ ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം വന്നു. ഞാൻ വാട്സപ്പിൽ നോക്കി, ആൾ ഓൺലൈൻ വന്ന് പോയിട്ടുണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വന്നിട്ട് പോയി. ജസ്റ്റ് 1 മിനിറ്റ് അങ്ങോട്ടേ അയാൾ വന്നിട്ട്. അപ്പം എന്തായാലും വരുന്നുണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടേനെ. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തു. ആൾ വന്ന് കൊണ്ടുപോയി സ്കൂളിലാക്കി. തിരിച്ചെത്തി മേഡത്തിനെ ഇവിടെ ഫ്ലാറ്റിലാക്കി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അതിനുശേഷം സ്കൂള്. അതിനിടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയത്തില്ല. പിന്നെ രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് 874 ഇപ്പം 905 99,905 കിലോമീറ്ററായി. ഇന്നെന്തായാലും 1,00,000 അടിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ ഇനി പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അങ്ങനെ മലബാറിൽ പോയി ഫുഡ് കഴിച്ചു. തിരിച്ച് റൂമിലെത്തി. ചേട്ടന് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് സ്കൂൾ ടൈമിൽ വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 12:26. അപ്പോൾ സ്കൂൾ ടൈമാണ്. ഇനിയിപ്പോൾ നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ പോവുക, മേഡത്തിനെ എടുക്കുക, നേരെ സ്കൂളിൽ പോവുക. അതാണ് ഇനി അടുത്ത ടാസ്ക്. അതിനുശേഷം എന്തുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാണാം. അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ടില്ല. ഉമ്മറിൻ്റെ സ്കൂളിലെത്തി. ഇപ്പം കിലോമീറ്റർ 99,942 കിലോമീറ്ററായി. സമയം 1:03. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി മാലിക്കിൻ്റെ അടുത്ത് പോകാൻ. മേഡം ഉമ്മറിനെ വിളിക്കാൻ വേണ്ടി അകത്തോട്ട് പോയേക്കുന്നു. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞു, തിരിച്ചെത്തി. ബാഗെല്ലാം കൊണ്ട് ചെന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഇനി അടുത്ത് എന്താണ് വള്ളിക്കേസ് എന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം തിരിച്ച് റൂമിൽ പോവാം. ഉമ്മറിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന ടൈമിൽ മേഡം മെസ്സേജ് ചെയ്യിക്കുന്നു ടൈം ടേബിൾ. എന്ന് വെച്ചാൽ എപ്പോഴാണ് രാവിലെ സ്കൂളിൽ പോകാനുള്ളതും തിരിച്ച് വരാനുള്ളതും റിട്ടേൺ ടൈം. എന്ന് വെച്ചാൽ ഇന്ന് ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും 12:30 ആ ടൈമിൽ ഞാൻ ഇവിടെ എത്തും. 40 പറഞ്ഞാലും ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഡിഫറൻസിൽ ഞാനിവിടെ എത്തും. പക്ഷേ മേഡം വരുന്നത് അതും കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇന്ന് അവിടെ ചെന്നപ്പോൾ സമയം താമസിക്കുക. എന്ന് വെച്ചാൽ ഈ സ്കൂൾ ടൈമിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിരിക്കും. ആ സ്കൂളിന് ഫ്രണ്ടിൽ തിരക്കായിരിക്കും. വണ്ടി പാർക്കിങ് സ്ഥലം കാണില്ല. എന്നിട്ട് ഇങ്ങനെ താമസിച്ച് വന്നിട്ട് ഞാനാണ് താമസിച്ചതെന്നുള്ള രീതിയിലാണ് ആൾ. ഇനിയിപ്പം നാളെ ഉച്ചയ്ക്ക് വരാനുള്ളത് 12:35 എത്തണമെന്ന്. 40 5 മിനിറ്റും കൂടെ നേരത്തെ ഞാൻ ഇവിടെ എത്തണമെന്ന്. ഇവിടെ എത്തിയാലും ആൾ വന്നാലേ പറ്റൂ പോകാൻ. എന്തെല്ലാം കഥയല്ലേ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടില്ലെങ്കിൽ തിരിച്ച് നേരെ റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക. അതെല്ലാം കഴിയുമ്പോൾ അടുത്ത പരിപാടി വരും. ഇപ്പോൾ സമയം 4:46. മേഡം വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താണ് അടുത്ത വള്ളിക്കേസ് എന്ന് അറിയത്തില്ല. ഇപ്പം കിലോമീറ്റർ ഇപ്പം 99,962 കിലോമീറ്ററായി. എന്തായാലും ഇന്ന് തന്നെ അടിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തി. ഒരു കവർ തന്നിട്ട് ഇത് രണ്ടാമത്തെ ബിൽഡിങ്ങിൽ 301 കൊടുക്കാൻ, അതിനാണ് വിളിച്ചത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് വരാം. അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന് പറഞ്ഞ് മെസ്സേജ് ആയിരുന്നു. ഇങ്ങോട്ടൊരു സാധനം കൊടുത്തപ്പോൾ ഇങ്ങോട്ടൊരു സാധനം കിട്ടി. അപ്പോൾ ഇതിനി ഡോറിൻ്റെ ഫ്രണ്ട് വയ്ക്കണം. അതിനുശേഷം സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് നോക്കണം, പോകണം. സമീമിലെത്തി. ഇനി കുറേ സാധനങ്ങൾ എടുക്കണം. മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും
തമീമി കയറി സാധനം വാങ്ങി. അതിനുശേഷം നേരെ ഫാം 5 വന്നു. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി. ഇനിയിപ്പോൾ നേരെ തിരിച്ച് മാഡത്തിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് കൊടുക്കുക, അതാണ് അടുത്ത ടാസ്ക്. അതിനുശേഷം എന്തുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും ഇത് കൊണ്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് വെളിയിലൊന്നും കാണാത്തതുകൊണ്ട് തിരിച്ച് നേരെ റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത വിളി വന്നു. ഇപ്പോൾ സമയം 8:30 ഗ്രീൻ ആപ്പിളിൽ ഫുഡ് വാങ്ങാൻ വന്നതാണ്. എല്ലാപ്പോഴും വരുന്ന അതേ ഷോപ്പ് തന്നെയാണ്. ഓർഡർ കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, സാധനം കിട്ടും. അങ്ങനെ വണ്ടിയുടെ കിലോമീറ്റർ 99,994 കിലോമീറ്ററായി. 6 കിലോമീറ്ററും കൂടെ ആയ 1 ലക്ഷം. അങ്ങനെ സ്വന്തമായിട്ട് ഇത്രയും നാൾ കൊണ്ട് നടന്ന് ഒരു വണ്ടിയെ 1 ലക്ഷം കിലോമീറ്റർ ആക്കുന്നു. എന്തല്ല പൊളി. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് വാങ്ങിയതിന് ശേഷം ഇത് കൊണ്ട് കൊടുത്തതിന് ശേഷം കാണാം. അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ പോവാം. വേറെ പണികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 8:45 കഴിഞ്ഞു. കിലോമീറ്റർ 99,996 കിലോമീറ്ററായി. ഇനിയിപ്പോൾ 4 കിലോമീറ്റർ കൂടെ ആയിക്കഴിഞ്ഞാൽ 1 ലക്ഷം. ഇനിയിപ്പോൾ റൂമിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും ആവും. അങ്ങനെ 9,999 യോ മാൻ. ലക്ഷമായി മക്കളെ, 1 ലക്ഷമായി. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പം കിലോമീറ്റർ 1,05,000. എൻ്റെ പൊന്നോ, ഇനി ബാക്കി വെളി ഇറങ്ങിയിട്ട് പറയാം. അങ്ങനെ 1 ലക്ഷം കിലോമീറ്റർ അടിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ വണ്ടി എടുത്ത് അതിൽ 1 ലക്ഷം കിലോമീറ്റർ കഴിയുന്നത്. അതും ഈ വണ്ടി എടുക്കുന്നത് ഞാനും എൻ്റെ കഫീലും മേഡവും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് പോയി ഇത് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ആ വണ്ടി എൻ്റെ കയ്യിൽ തന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം ആകുന്നു. 3 വർഷം എന്ന് വെച്ചാൽ ഞാൻ വരുന്നത് ഫെബ്രുവരി 28-നാണ് എത്തിയത്. പക്ഷേ വണ്ടി എടുത്തത് ഏതാണ്ട് 2-3 മാസം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ആ ടൈമിൽ കൊറോണയൊക്കെ ആയിരുന്നു. കൊറോണയൊക്കെ പ്രോബ്ലം ആയതുകൊണ്ട് വണ്ടി ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് ലൈസൻസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് വണ്ടി എടുക്കുന്നത്. എന്തായാലും വലിയൊരു ഇത് തന്നെ. എന്തായാലും പടച്ച റബ്ബിന് സ്തുതി. ഒരിത് തന്നെ സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേഡത്തിനും നമ്മുടെ ഗ്രൂപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാനും കഫീലും മേഡമായിട്ടുള്ളൊരു ഗ്രൂപ്പ്. എന്താ വെച്ചാൽ അവർക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും സാധനം വാങ്ങാനോ എന്തിനും ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് മെസ്സേജ് ഇടുന്നതും. പിന്നെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആൾക്കാർക്കെന്ന് വെച്ചാൽ കഫീലിനോ മേഡത്തിനോ കൊടുക്കാനുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. ഞാനും ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് എന്തായിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ നെറ്റ് ഓഫാക്കിയൊക്കെയാണ്. എന്തായാലും നല്ലൊരു ദിവസം തന്നെയാണ്. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഹിറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.